നമ്മളിപ്പം ഫോൺ മേടിക്കാൻ വന്നിരിക്കുവാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്കാണോ ഫോൺ മേടിക്കുന്നതെന്ന്. എനിക്കല്ല ഗൈസ് ഫോൺ മേടിക്കുന്നത്. ഈ നിൽക്കുന്ന മുതലിനാണ് ഫോൺ വാങ്ങുന്നത്. 8 വർഷം മുമ്പാണ് ഏട്ടൊരു ഫോൺ മേടിക്കുന്നത്. സാംസങ് അല്ലല്ല റെഡ്മി നോട്ട് 8 Pro അതാണ് വാങ്ങിച്ചത്. അത് ഞങ്ങൾ തമ്മിൽ ഇഷ്ടമായിരുന്ന സമയത്താണ് മേടിക്കുന്നത്. അന്ന് അതിന് 20,000 രൂപയായിരുന്നു വില. അത് മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കലും ഫോൺ വാങ്ങിക്കത്തില്ല. അത് യൂസ് ചെയ്ത് ഇപ്പോൾ അത് ഭയങ്കര ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇപ്പം പുള്ളിക്ക് ഫോൺ വേണം. ബാങ്ക് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. കുറേ അപ്ഡേഷൻ ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവസാനം തോറ്റു. ഫോൺ മേടിക്കണമെന്നുള്ള ആഗ്രഹം. അങ്ങനെ ലാസ്റ്റ് പുള്ളിക്കൊരു വാശി ഉണ്ടായിരുന്നു, മേടിക്കുവാണെങ്കിൽ ഐഫോണേ വാങ്ങിക്കുള്ളൂ എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. അങ്ങനെ ഏട്ടൻ ഫോൺ മേടിക്കുന്നത്. ഏത് ഫോൺ ഏട്ടൻ മേടിക്കുന്നത്? iPhone 16. അപ്പം ബാക്കി കാഴ്ചകളൊക്കെ കാണിക്കും. ആ ക്യൂരിയോസിറ്റി കണ്ടോ, ആ നോട്ടം കണ്ടോ. ഈ ചേട്ടനാണ് നമ്മളിതിനെല്ലാം ഹെൽപ്പ് ചെയ്തത്. ഒരു ഹായ് പറയാമോ? ഹലോ. അപ്പം നമ്മുടെ iPhone 16 ഗൈസ് ഇരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ തുറക്കും. ബില്ലടിക്കാൻ പോവാണല്ലോ. അടപ്പണിക്കല്ലോ. അങ്ങനെ നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. Galaxy A16 അല്ലല്ലോ. ഫോൺ ഓണാക്കി തരാം. ബാക്കിയൂടെ കാണിച്ച് ഓണാക്കി തരും ഫോൺ. കേറുന്നുണ്ടോ? കൊണ്ടാട്ടെ. മൈജിയിലാണ് നമ്മൾ വന്നത്. അവിടെ സ്ക്രാച്ച് ആൻഡ് പിന്നിൻ്റെ ഉണ്ട് കൂപ്പൺ, അത് ഫിലപ്പ് ചെയ്യുവാണ്. അതിന് പകരമാണ് ഫിഗർ പ്രൈസ് എന്ന് പറഞ്ഞത്. ഇതിനകത്ത് ചെയ്തോളൂ. ഇതാക്കിയിട്ടുള്ളൂ. ഇത് വരുമ്പോൾ കാറ് 1,00,000 രൂപ വെച്ചിട്ട് കിട്ടാൻ കിട്ടും. പിന്നെ ഇടവാശ ട്രിപ്പ്, സ്കൂട്ടർ, ഒരു പവൻ്റെ സ്ക്രാച്ച് വരുമ്പോഴത്തേക്കും ഡിസ്കൗണ്ട് വെച്ചിട്ട് അങ്ങനെ നമ്മൾ കാർ ഈശ്വര ഭഗവാനെ കാറടിക്കണേ. ഇതിനെ പറ്റി പറയാവോ? ചോദിച്ചു വാങ്ങുക കഴിച്ചെല്ലാം. പക്ഷെ ആദ്യമായിട്ടാണ് കേട്ടോ ഐഫോൺ ഞങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത്. എല്ലാം പെറുക്കി എടുക്കുവാണ്.